നമ്മൾ ഇത്രയും കാലം നെറ്റിയിൽ തൊടാൻ മാത്രമല്ല ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ടിപ്സുകൾ ഇതുവരെയും അറിയാതിരുന്നത് വലിയൊരു നഷ്ടമായി എന്ന് നിങ്ങൾ ഈ ഒരു ടിപ്സുകൾ കാണുമ്പോൾ വിചാരിക്കും. അത്രയും ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കളയാൻ വെച്ചേക്കുന്ന പശയൊക്കെ കുറച്ച് പശകളുള്ള പൊട്ടുകളാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതിനായിട്ട് നമ്മൾ പൊട്ട് വാങ്ങണം എന്നൊന്നുമില്ല. പശ കുറഞ്ഞ പൊട്ടാണെങ്കിൽ എടുത്താൽ മതി. അപ്പം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. ഈ പൊട്ടിൻ്റെ കവർ നമുക്ക് നമ്മളുടെ ID കാർഡൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ, നമ്മളെ ബാഗിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരുവിധം വലുതായിട്ടുള്ള പൊട്ടാണ് ഈ ഒരു ടിപ്സിന് നല്ലത് കേട്ടോ. പലതരം പൊട്ടുകൾ നമ്മൾ തൊടാറുണ്ടല്ലോ, വലുതും ചെറുതും ഒക്കെ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസായിട്ടുള്ള പൊട്ടാണ് കേട്ടോ. നമ്മൾ ഈ പുൽച്ചൂലില്ലേ, പുൽച്ചൂലിൻ്റെ ഒരു നാര് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ അമ്മമാരുണ്ടാകും, അതുപോലെ തന്നെ ഇപ്പം അമ്മമാരെന്നല്ല കേട്ടോ, മിക്കവർക്കും കണ്ണിന് കാഴ്ച വളരെ കുറവാണ് ഇല്ലേ. നമ്മൾ ചെറുപ്പക്കാർക്കാണെങ്കിൽ കൂടി കണ്ണിന് കാഴ്ച, കുട്ടികൾക്ക് വരെ ഇപ്പോൾ കണ്ണ് കാഴ്ച വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും കണ്ണിന് എന്താണ് പറയുക, കാഴ്ച കുറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സൂചി കോർക്കുക എന്നുള്ളത്. ആ ഒരു നാര് അതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നൂലിട്ട് കൊടുത്ത് നമ്മൾ സൂചി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൂചി എത്ര പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്ന. നമ്മൾ ആ പൊട്ടിൽ അതുപോലെ തന്നെ അത് വെച്ചാൽ മതി, അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നൂലെടുത്ത് കഴിഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പം അത് എവിടെയാണെന്ന് അറിയാതെ കുറേ പൊട്ടി പോവും. അതിന് ഇതുപോലെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പൊട്ടെടുത്തിട്ട് ആ ഒരു ലാസ്റ്റ് എൻഡിൽ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എടുക്കുമ്പം അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, പൊട്ടി പോകുകയില്ല കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മളുടെ സൂചി നിലത്ത് വീണ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കൈകൊണ്ട് എത്ര ഇതാക്കിയാലും പൊട്ടുകൊണ്ട് ഇതേ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഒന്ന് തൊട്ടാൽ മതി, അതിങ്ങോട്ട് പോകുന്നോളും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലൊക്കെ ഇട്ട് സൂചി നൂലും ഒക്കെ ഇടും. ഞാനിപ്പം ഒരു വെള്ളയും കറുപ്പും മാത്രം നൂലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ, ഭയങ്കര തയ്യലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ പൊട്ടുകൊണ്ട് ഇതുപോലെ സൂചി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുവാൻ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് ഇനിയിപ്പോൾ പരീക്ഷ വരുന്നുണ്ട്, കുട്ടികൾക്ക് എക്സാമിൻ്റെ ടൈം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞ ഒരു ലെസനും പഠിക്കാത്ത ലെസനും എല്ലാം കൂടെ കൺഫ്യൂഷനാവും അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു കഴിയാത്ത, നമുക്ക് തലയിൽ ശരിക്ക് കയറാത്തത് റെഡ് കളർ കൊടുത്തിട്ട് അവിടെ പോയിന്റ് ചെയ്ത് വെക്കാം. ഈ ഒരു പൊട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരിക്ക് ഒരു ലെസൺ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അതിന് ഒരു യെല്ലോ പൊട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ലെസനാണെന്ന് മറന്നു പോകാണ്ടിരിക്കാനായിട്ട് അത് നമ്മളുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് നമ്മൾ ഇവിടം വരെയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്ക് അപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ കേട്ടോ. വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ്, അത് ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാവും. ഇതുപോലെ സ്വിച്ച് ബോർഡിൽ നമ്മൾ ഇപ്പം എന്താണ് സേഫ്റ്റിക്ക് ഇത് കുട്ടികൾ കൈയിടാണ്ടിരിക്കാനൊക്കെ ഇതുപോലെ ഉണ്ടാകും. പക്ഷേ എന്നാൽ കൂടി ചെറിയൊരു ഓട്ട കണ്ടാൽ പോലും കടന്തൽ അതുപോലെ പ്രാണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂട്ടാനായിട്ട് തുടങ്ങും ഇല്ലേ. നമ്മൾ അധികം ഉപയോഗിക്കാത്ത പ്ലഗുകളിൽ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ ഒരു പൊട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശല്യവും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികളാണെങ്കിലും കൈയിടും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇതുപോലെ സ്വിച്ചുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത സ്വിച്ചുകൾ നമുക്ക് പെട്ടെന്ന് മെമ്മറിയിൽ ഉണ്ടാവില്ല. നമ്മളെ ചുറ്റുവട്ടത്തുമുള്ള ഓരോ ലൈറ്റുകൾ ഉണ്ടാവുമല്ലോ, അതിന് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഏതൊക്കെ ലൈറ്റ് എവിടെയൊക്കെ ആണെന്നുള്ളത് കേട്ടോ. എനിക്കുണ്ട് ഒരു ഉപയോഗിക്കാത്ത ഒരു ഭാഗത്തുള്ള ഒരു സ്വിച്ചുകളുണ്ട്, അവിടെ പെട്ടെന്ന് എന്നോട് പറയണേന്ന് അവിടെ ഇടുന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. ആ ലൈറ്റ് എവിടെയാണ്, ആ ഒരു സ്വിച്ച് എവിടെയാണ്, ആ ലൈറ്റിൻ്റെ എന്നൊക്കെ ഉള്ള. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കളേഴ്സ് ഓരോന്നിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ പച്ച ഈ ഒരു ലൈറ്റ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഇതുപോലുള്ള ഫാൻസി ആയിട്ടുള്ള കമ്മലുകൾ ഉപയോഗിക്കുമ്പോൾ മിക്കവർക്കും അലർജി, ചൊറിച്ചിൽ, പഴുക്കൽ അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഈ ഒരു പൊട്ട് ഇതുപോലെ അതിലേക്ക് കയറ്റി അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ആ ഒരു ഇതിൽ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു മെറ്റൽ നമ്മളുടെ സ്കിന്നുമായിട്ട് ടച്ച് ആവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പഴുക്കൽ അതുപോലെ തന്നെ ചൊറിച്ചൽ, അസ്വസ്ഥത അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു നമ്മളുടെ ആണി, ഇതുപോലെയുള്ള ആണിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് അവിടെ ഇങ്ങനെ വിങ്ങണ പോലെ വേദനയൊക്കെ വരും കുറേ നേരം ഇട്ട് വരുമ്പം. അവിടെ നമുക്കൊരു പൊട്ടൊട്ടിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാതിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ടിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മിക്കവരും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഭയങ്കര 2 ദിവസത്തേക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തതിനാൽ ആ ബുദ്ധിമുട്ടൊക്കെ പോകും. പിന്നെ നമ്മൾ സെലോ ടാപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെയാണ് അത് എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പൊട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ എടുത്താലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ലേ? അടുത്തത് ഇതുപോലെ റാപ്പ് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തതിന് പിന്നെ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ എടുത്ത് കഴിയുമ്പം അതെവിടെയാണെന്നോ പൊട്ടി കുറേ നമുക്ക് നഷ്ടം വരും ഇല്ലേ? നമുക്ക് എവിടെയാണെന്ന് പോലും ആ ഒരു ഇത് കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഉടനെ തന്നെ ഇതുപോലെ ഒരു പൊട്ട് നടുവിൽ, സൈഡിലൊന്നുമല്ല നടുവിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ആ ഒട്ടും പൊട്ടാതെ തന്നെ നല്ല കറക്റ്റിന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടിപ്സുകളാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ പൊട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചൂലെടുക്കുക. നമ്മൾ പുല്ല് ചൂലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലത്തെ ചൂല്, ഞാൻ ഇതുപോലത്തെ ചൂലാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കഴുകി റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്കത് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചൂലാണ് എനിക്ക് വളരെ അധികം ഇഷ്ടം. അതുപോലെ നീട്ടം കൂടുതലാണ്, നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കടുകൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നൊക്കെ ഈ ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇത്രയും ഹൈറ്റിലുള്ള കബോർഡുകൾ നമുക്ക് കയറി നിന്ന് തുടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ സെലോ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ചൂല് ഇതുപോലെ, നിങ്ങൾക്ക് ചൂല് വേണമെന്നില്ല, നീട്ടമുള്ള എന്തൊരു സാധനം കൊണ്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്തതിനാൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ പൊടി പോലെ തന്നെ എട്ടുകാലിയൊക്കെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നല്ല പശയുള്ളത് എടുക്കണം കേട്ടോ. സെലോ ഇതൊന്നും എടുക്കരുത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പശയുള്ള എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 കാലി വരെയും പിടിച്ചിരിക്കും കേട്ടോ. പിന്നെ പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ AC-യുടെ മുകളിലൊക്കെ തുടക്കാനാണെങ്കിൽ നമ്മൾ മക്കളെയും ഭർത്താവിനെയൊക്കെ ആശ്രയിക്കേണ്ട വരും. അതൊന്നും വേണ്ട. നമുക്ക് തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ ക്ലീനാക്കി എടുക്കാം. ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. ഇത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡീപ്പ് ക്ലീനിങ് നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വീട് നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ പൊടി പോകാനായിട്ട് ഇത് വളരെ ഉപയോഗപ്രദമായ നല്ല ടിപ്സാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ബൾബുകൾ, ലൈറ്റുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. ഇതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇങ്ങനെ ചെയ്തു നോക്കുക. ഓരോ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സെലോ ടാപ്പ് മാറ്റി വേറെ പുതിയത് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു സ്ഥലം ചെയ്തത് കൊണ്ട് ഫുൾ സ്ഥലം നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നല്ല അഴുക്കായി കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഫാനും വരെയും നല്ല രീതിയിൽ ഫാൻ്റെ പൊടിയൊന്നും നിലത്തേക്ക് വീഴാതെ തന്നെ ആ സെലോ ടാപ്പിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കും. കണ്ടില്ല, ഒറ്റ പൊടിയില്ല, നിലത്തേക്കേ വീഴില്ല കേട്ടോ. അപ്പോൾ അത് നോക്കൂ, ആ ഫാനിലുള്ള പൊടിയും ആ ലൈറ്റിലുള്ള പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല പോലെ ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് വളരെ ഈസി ആയിരിക്കും. അതുപോലെ നമ്മൾ അടിച്ച് വാരുമ്പം ഇതുപോലെ നമ്മൾ അടിച്ച് വാരിയ സെലോ ടാപ്പ് ഒട്ടിച്ച് അടിച്ച് വാരി കഴിഞ്ഞാൽ തുടക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ മുടിയും പൊടിയും എല്ലാം ഇതിൽ നല്ലതുപോലെ പിടിച്ചു വരും. അപ്പോൾ നമുക്ക് ഒരു ദിവസം തുടച്ചില്ല എന്ന് പറഞ്ഞു യാതൊരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തുടക്കണമെങ്കിൽ നമ്മൾ മോപ്പിൽ അപ്പം മുടിയൊക്കെ വന്ന് ചുറ്റിയിട്ട് അതെടുത്ത് കളയാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് തുടക്കൽ വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ. കുട്ടികളോടാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ മുടിയും പൊടിയൊക്കെ
വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സുകളാണ് പറഞ്ഞു തന്നേക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തൊരു അഭിപ്രായം ചെയ്ത് നോക്കിയതിന് ശേഷം പറയുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.